ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടാവാൻ നിൽക്കരുത്. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ എണ്ണയിൽ നിന്ന് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ ഞാൻ 2 സവാള കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 അല്ലി കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇവിടെ നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മസാലയും ചിക്കനും എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊക്കെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ജാറിലോട്ട് 1 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് ഒരുപാട് തിക്കും ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാത്ത കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് കനം കുറച്ച് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ദോശ നന്നായിട്ട് തന്നെ വെന്ത് കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ദോശ വെച്ചിട്ട് ഇതുപോലെ ഫില്ലിങ് ഇട്ടതിന് ശേഷം 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം.
ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ എല്ലാം തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമ്മൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.